നമസ്കാരം. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അവിടെ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് അവിടുത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുകയുണ്ടായി. ചെയ്തിട്ടുണ്ടാവണം. കാരണം അദ്ദേഹം കാണിച്ച കൊള്ളരുതായ്മ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഒട്ടും ചേരുന്നതായിരുന്നില്ല. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം വേദിയിൽ വന്ന് നേരത്തെ പണമടച്ച് സമ്മതം വാങ്ങിയ ഒരു സ്വകാര്യ പരിപാടിക്ക്, അതായത് ഔദ്യോഗികമായ സർക്കാർ പരിപാടിയോ യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയോ അല്ല, ആ ഓഡിറ്റോറിയം വാടകയ്ക്ക് കൊടുക്കാറുണ്ട് പുറത്ത്. അങ്ങനെ ഒരു സ്വകാര്യ പരിപാടിക്ക് ബുക്ക് ചെയ്ത വേദിയിൽ വന്ന് ആ പരിപാടി അലങ്കോലപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കുന്നതല്ല. ഒരു കൂലിക്കാരന്റെ റോളിലായിരുന്നു അദ്ദേഹം അവിടെ വന്ന് നിന്ന് വേദി കൈയടക്കുകയാണ് ചെയ്തത്. പത്രക്കാരെ മുഴുവൻ വേദിയിൽ വിളിച്ചു വരുത്തി നുണ പറയുകയും വ്യാജ ആക്ഷേപങ്ങൾ ഉന്നയിച്ച പരിപാടി റദ്ദ് ചെയ്യാൻ ശ്രമിക്കുകയും ആയിരുന്നു ചെയ്തത്. കാരണം അവിടെ പരിപാടി ബുക്ക് ചെയ്തപ്പോൾ അവിടെ ഒന്ന് സ്വകാര്യ പരിപാടിയിൽ എന്ത് വെക്കണം എന്ത് വെക്കണ്ട എന്നുള്ളത് അവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അത് യൂണിവേഴ്സിറ്റിക്കെതിരായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഓക്കെ, അത് പാടില്ല എന്ന് വെക്കാം. ഇതിപ്പോ ആ സ്വകാര്യ പരിപാടിയിൽ വെക്കുന്ന ഭാരതാംബയുടെ ചിത്രം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയായിട്ട് അതിനെന്ത് ബന്ധം? യൂണിവേഴ്സിറ്റിയുടെ വിഷയമല്ലല്ലോ. യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ അതിൽ ഇടപെടേണ്ട കാര്യവുമില്ല. അദ്ദേഹം പോലീസിനെയും SFIക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടി അലങ്കോലപ്പെടുത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തത് അവിടെ വേദി കൈയടക്കി ഗവർണറുടെ സെക്യൂരിറ്റി കാര്യങ്ങളെ മുഴുവൻ, പ്രോട്ടോകോൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സസ്പെൻഷൻ. അല്ലാണ്ട് ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല. 2-3 നിയമവിരുദ്ധം. ഒന്ന് പ്രോട്ടോകോൾ ലംഘനമാണ്. കാരണം ഗവർണർ പങ്കെടുക്കേണ്ട വേദിക്ക് തൊട്ട് മുൻപുള്ള 1 മണിക്കൂർ മുമ്പെങ്കിലും പോലീസിന്റെ കസ്റ്റഡിയിലാവേണ്ടതാണ്, സെക്യൂരിറ്റി വിങ്ങിന്റെ കസ്റ്റഡിയിലാവേണ്ടതാണ്. അവിടം അദ്ദേഹം കൈയടക്കുകയും അദ്ദേഹം വിളിച്ചു വരുത്തിയ മറ്റു പോലീസുകാരെല്ലാം അവിടെ കയറി നിരങ്ങുകയും ഒക്കെ ചെയ്യുകയും അദ്ദേഹം ആ വേദിയിൽ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയ നിയമവിരുദ്ധമായ കാര്യമാണ്. രണ്ടാമത്തെ നിയമവിരുദ്ധത, അദ്ദേഹം സാങ്ഷൻ ചെയ്ത ഒരു സ്വകാര്യ പരിപാടിക്ക് വേണ്ടി പണം മേടിച്ച് ബുക്ക് ചെയ്ത് കൊടുത്ത ആ ഹാള് അദ്ദേഹം കയ്യേറി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ നുണ എന്ന് പറഞ്ഞത് ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും എന്താണ് അവിടെ നടന്നത് എന്ന് വിശദീകരണം ചോദിച്ചപ്പോൾ, എന്തുകൊണ്ട് ആ പരിപാടി അലങ്കോലമായി എന്ന് ചോദിച്ചപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം പറഞ്ഞ മറുപടി അവിടെ മതചിഹ്നങ്ങൾ വയ്ക്കരുത് എന്ന് പറഞ്ഞിരുന്നു, അത് സംഘാടകർ അനുസരിച്ചില്ല, അതുകൊണ്ട് പരിപാടി റദ്ദ് ചെയ്തു എന്നാണ്. മതചിഹ്നം ഏതാണ് എന്ന് ചോദ്യത്തിന് ഉത്തരമില്ല. ഏതാണ് അവിടെ മതചിഹ്നം വെച്ചത്? ആരാണ് വെച്ചത്? ഏത് ചിത്രമാണ് മതപരമായി അവിടെ വെച്ചത്? മതപരമായത് വെച്ചാൽ പോലും അത് ചോദിക്കേണ്ട, കാരണം അത് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം അല്ല, അതൊരു സ്വകാര്യ പരിപാടിയാണ്. അവിടെ ഫോട്ടോ വെക്കുകയോ വെക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അദ്ദേഹം വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ പോലീസുകാരെയും SFIക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഈ പരിപാടി അലങ്കോലപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. മതചിഹ്നം ഏതാണ് അവിടെ വെച്ചത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഭാരതമാതാവിന്റെ ചിത്രം എങ്ങനെയാണ് മതചിഹ്നമാവുന്നത്? ഭാരതം അങ്ങനെയാണെങ്കിൽ ഭാരതം എന്ന വാക്ക് പോലും മതമായിട്ട് കണക്കാക്കേണ്ടി വരും. മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ് ആ വാക്ക്. അങ്ങനെയാണെങ്കിൽ അത് മതചിഹ്നമാണെന്ന് പറയേണ്ടി വരില്ലേ? ഭാരതമാതാ ചിത്രം എങ്ങനെയാണ് മതചിഹ്നമാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭാരതമാതാ ചിത്രമാണ് മതചിഹ്നമൊന്നും അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പിൽ ഇല്ല എന്നാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്. അപ്പൊ അത് മൂന്നാമത് ചെയ്ത ഏറ്റവും വലിയ നുണപ്രചാരണം. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ജനങ്ങളോട്, മാധ്യമങ്ങളോട്, ലോകത്തോട് നുണ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും ചെയ്ത വലിയ തെറ്റ്. അങ്ങനെ ആ പരിപാടി അലങ്കോലപ്പെടുത്തുകയും 1 മണിക്കൂറിലധികം ഗവർണറുടെ പരിപാടിയെ നീട്ടിവെപ്പിക്കാനും മാത്രം അലങ്കോലപ്പെടുത്തുകയും അവിടെ സംഘർഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന്റെ 100% ഉത്തരവാദി അവിടെ മതചിഹ്നമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം കണക്കാക്കേണ്ട. അദ്ദേഹം മാത്രമല്ല, ഈ മതചിഹ്നത്തിന്റെ പേര് പറഞ്ഞ്, ഭാരതമാതാവിന്റെ പേര് പറഞ്ഞ് ഈ കേരളത്തില് മുഴുവൻ കലാപം ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണല്ലോ അധികാരം ഇരിക്കുന്നത്. ആ അധികാരം ഇരിക്കുന്ന വേളയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ മുദ്രാവാക്യം എന്താ? മോട്ടോ
മോട്ടോ എന്ന് പറയുന്ന അവരുടെ അടയാളവാക്യം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും, ഞാൻ വെറുതെ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാം വെറുതെ ഈ സന്ദർഭത്തിൽ, നിങ്ങൾ അധികാരം കയ്യിലിരിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം എടുത്തു കളയേണ്ടതാണെന്നാണ് നിങ്ങൾക്കിത് സഹിക്കുന്നില്ലെങ്കിൽ. കാരണം ഞാൻ പറയാം, ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കർമ്മണി വ്യഞ്ജതേ പ്രജ്ഞ എന്നുള്ളതാണ്. പഞ്ചതന്ത്രത്തിലെ ഒരു മന്ത്രമാണ്, ഒരു ശ്ലോകത്തിന്റെ ഒരു വരിയാണത്. പ്രവൃത്തിയാണ് അറിവിനെ വെളിപ്പെടുത്തുന്നത്. ഒരാളുടെ പ്രവൃത്തി കണ്ടാൽ അറിയാം അയാൾക്ക് എന്താണ് അറിവുള്ളത്, അഥവാ അയാൾ അറിവുള്ള ആളാണോ ഇല്ലയോ എന്ന്. പ്രവൃത്തി അറിവിനെ വെളിപ്പെടുത്തുന്നു. കർമ്മണി വ്യഞ്ജതേ പ്രജ്ഞ, അത് കേരള യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യമാണ്. നിങ്ങൾ അവിടെ ഇരിക്കുകയല്ലേ, അത് എടുത്ത് കളയണം. ഇങ്ങനെ ഒരു സംസ്കൃത മുദ്രാവാക്യം പാടുണ്ടോ? പഞ്ചതന്ത്രത്തിലെ ഒരു ശ്ലോകം എടുത്തിട്ട് അത് പിന്നെ മുദ്രാവാക്യമാക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം വിദ്യയാ അമൃതമശ്നുതേ എന്നുള്ളതാണ്. ഉപനിഷത്തിന്റെ ഒരു മന്ത്രമാണ്, അറിവിലൂടെ അമരത്വം നേടാം എന്നുള്ളതാണ് MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം. ഉപനിഷത്തിന്റെ മന്ത്രമാണത്. NCERTയുടെ മുദ്രാവാക്യവും അത് തന്നെയാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ മുദ്രാവാക്യം വിദ്യാ അമൃതമശ്നുതേ എന്നുള്ളതാണ്. നിങ്ങൾ ബാക്കി NCERTയുടെ ഒക്കെ എടുത്ത് തൽക്കാലം മാറ്റിവെക്കുക. ഈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം മാറ്റാൻ നിങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? കാരണം അത് സംസ്കൃതമാണ്, അത് ഉപനിഷത്താണ് എന്നുള്ളത് കൊണ്ട് മാറ്റേണ്ടതാണ്. മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാറ്റുക. അതുപോലെ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം തേജസ്വിനാവധീതമസ്തു എന്നുള്ളതാണ്. പല ഉപനിഷത്തിന്റെയും ശാന്തി മന്ത്രമാണ് ഇത്. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ എന്നുള്ളത് ഉപനിഷത്തിന്റെ ശാന്തി പാഠത്തിൽപ്പെട്ട മന്ത്രമാണ്. ഉപനിഷത്ത് മന്ത്രം എങ്ങനെയാണ് നിങ്ങൾ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യമാക്കി വച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എടുത്തു കളഞ്ഞുകൂടെ എന്നുള്ളതാണ്. ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ മുദ്രാവാക്യം ജ്ഞാനാദേവ തു കൈവല്യം എന്നുള്ളതാണ്. അറിവ് നേടുന്നതാണ് മോക്ഷം എന്ന് തന്നെ. മോക്ഷം നേടുക അല്ലെങ്കിൽ ജീവിത വിജയം എന്ന് പറയുന്നത്, ഇനി മോക്ഷത്തെ ഉൾക്കൊള്ളാൻ അങ്ങനെ കഴിയാതിരിക്കാൻ പറ്റില്ല. കാരണം വാക്കിന്റെ അർത്ഥം അതാണ്, വാക്യം അങ്ങനെ തന്നെയാണ്. അതും ഉപനിഷത്തും വേദങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കാലടി യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം അറിവാണ് മോചനത്തിന്റെ ഉപാധി എന്നുള്ള ആശയമാണ് അവർ പറയുന്നത്, ആ മന്ത്രത്തിലുള്ളത്. മറ്റൊന്ന്, ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ മന്ത്രം മോട്ടോ എന്ന് പറയുന്നത് നിർമായ കർമ്മണാശ്രീ എന്നുള്ളതാണ്. സംസ്കൃതമാണ്. സത്യസന്ധമായ പ്രവൃത്തിയിലൂടെയാണ് അഭിവൃദ്ധി കൈവരുത്താൻ കഴിയുക. യഥാർത്ഥത്തിലുള്ള പ്രവൃത്തിയിലൂടെ പുരോഗതി, അഭിവൃദ്ധി നേടാൻ കഴിയൂ എന്നുള്ളതാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം. അതും ഈ പറയുന്നതെല്ലാം നമ്മുടെ വൈദിക പാരമ്പര്യത്തിൽ പെട്ടത് തന്നെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായിരുന്ന, പണ്ടതെല്ലാം പൊളിഞ്ഞു പോയ ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്ന് പറയുന്ന ആ മന്ത്രത്തിലെ രണ്ടാമത്തെ വരിയാണ് തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിവാണ് കിട്ടുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ തമസിൽ നിന്ന്, ഇരുട്ട് ഉള്ള അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്. അതിനാണല്ലോ ഇരുട്ട് അറിവില്ലായ്മയുടെ ഒരു പ്രതീകമാണ്, വെളിച്ചം അറിവിന്റെ പ്രതീകമാണ്. ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിക്കണമേ എന്നുള്ളതും ശാന്തി മന്ത്രത്തിൽ പെടുന്നത് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്തും ഭരണം നടക്കുമ്പോഴും ഒക്കെ ഉള്ള ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാക്കിയത്? കോഴിക്കോട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് EMSന്റെ കാലത്തും അന്ന് മുഹമ്മദ് കോയോ അങ്ങനെ ആരണ്ടൊരു മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ സമയത്താണ് ഈ പറയുന്ന നിർമായ കർമ്മണാശ്രീ എന്നുള്ള മുദ്രാവാക്യം എഴുതി ചേർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയിട്ടും മുസ്ലിം ലീഗായിട്ടും ഒക്കെ എന്തുകൊണ്ടാണ് ഇത് എഴുതി ചേർക്കാൻ കാരണം? ഒരെണ്ണം കൂടി തൽക്കാലം ഞാൻ പറയാം. ഒന്ന്, ഭാരതത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന്, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയും കൂടി ആയിരുന്ന 10,000 വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിച്ചിരുന്ന, 1000-ലധികം ഉന്നത അധ്യാപകർ പഠിപ്പിച്ചിരുന്ന വലിയ ഹോസ്റ്റലുകളും ഒക്കെ ഉണ്ടായിരുന്ന നളന്ദ സർവകലാശാല. അതാണല്ലോ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് വീണ്ടും പുനരാരംഭിച്ചത്, പുനരുദ്ധരിച്ച് വീണ്ടും അതിനെ പുനഃസ്ഥാപിച്ചത്.
ആ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ 2300 കൊല്ലം 2400 കൊല്ലം മുൻപുണ്ടായിരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആനോ ഭദ്ര ക്രതവോ എന്തു വിശ്വത എന്നുള്ളതായിരുന്നു. ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ്. ലോകത്തിലെ എല്ലാ നല്ല അറിവുകളും എന്നിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇതൊക്കെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യം. അറിവിനെ തേടുന്ന, അറിവിലൂടെ സ്വാതന്ത്ര്യ മോചനം, വെറും ഭൗതികമായ മോചനം മാത്രമല്ല, ആത്മീയമായ മോചനവും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വേദങ്ങളുടെയും ഉപനിഷത്തിന്റെയും ഒക്കെ മന്ത്രങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളിൽ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അടക്കമുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനോടൊക്കെ വെറുപ്പുണ്ടെങ്കിൽ, ഭാരതീയമായതിനോടൊക്കെ വിയോജിപ്പുണ്ട്, വെറുപ്പുണ്ടെങ്കിൽ ഈ രജിസ്ട്രാറെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഇരുത്തിയിട്ട് അവിടെ കൊഞ്ഞനം കുത്തുകയും വഴക്ക് പിടിക്കുകയും അല്ല ചെയ്യേണ്ടത്. പിന്നെയോ, നിങ്ങൾ അധികാരം നിങ്ങളുടെ കൈകളിലുണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ മുദ്രാവാക്യം എടുത്ത് കളയുക. എന്നിട്ട് ഇൻക്ലാബും പിന്നെ സിന്ദാബാദോ വേറെ എന്തെങ്കിലും ഈ അരാജകവാദികളുടെ പിന്നെ ആർത്തവ സമരത്തിൽ മുഴക്കിയ മുദ്രാവാക്യമോ അങ്ങനത്തെ എന്തെങ്കിലും വെക്കുക. ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനെ പ്രതീകവൽക്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലത് കൊച്ചിയിൽ നിങ്ങൾ മറൈൻ ഡ്രൈവിൽ ഉണ്ടാക്കിയ യോനി കവാടമോ അതുപോലത്തെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേരുന്ന, അരാജകവാദികൾക്ക് ചേരുന്ന, കമ്മ്യൂണിസ്റ്റ് രാജ്യദ്രോഹികൾക്ക് ചേരുന്ന മുദ്രാവാക്യങ്ങളും ചിഹ്നങ്ങളും ഒക്കെ നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ മുദ്രാവാക്യമാക്കി മാറ്റുക. ഈ പറയുന്ന വരേണ്യവർഗത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിലുള്ള മന്ത്രങ്ങളെ ഉപേക്ഷിക്കുക. വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെയുള്ള ഈ ശാന്തി മന്ത്രങ്ങളെയും മഹത്തായ വചനങ്ങളെയും വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന അനിൽകുമാറോ അത് രജിസ്ട്രാറോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരെ കൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ, മറ്റുള്ളടത്തൊക്കെ പോട്ടെ, അവിടെ കുറച്ചുകൂടി വിവരം കുറഞ്ഞവരാണെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട്, പുരോഗമനം കുറഞ്ഞവരാണെന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഈ പറയുന്ന വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഉള്ളതൊക്കെ എടുത്തത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വൃത്തികെട്ട പൊറാട്ട് നാടകം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഈ സംസ്കൃതത്തിലുള്ള വേദോപനിഷത്തുക്കളിൽ നിന്നുള്ള മന്ത്രങ്ങളെ വലിച്ച് എറിഞ്ഞു കളഞ്ഞ് യോനികവാടം പോലെയുള്ള പിന്നെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എംബ്ലമാക്കി മാറ്റുക. നിങ്ങളുടെ തെറിവിളികളൊക്കെ മുദ്രാവാക്യമാക്കി മാറ്റുക. കേരളത്തിലെ പുരോഗമന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുദ്രാവാക്യമാക്കി അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് പരിഹാരം, അഥവാ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ കൊഞ്ഞനം കുത്തുകയും ഈ കൊള്ളരുതായ്മ കാണിക്കുകയും അല്ല. ഏതായാലും ആ കൊള്ളരുതായ്മ കാണിച്ച അനിൽകുമാറിനെ ശുദ്ധ നുണ പറഞ്ഞ് അവിടുത്തെ ഏതോ നാലണ കമ്മ്യൂണിസ്റ്റുകാരന്റെ വാക്ക് കേട്ടിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാല് നക്കാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ട പണി കാണിക്കേണ്ടതുണ്ടായിരുന്നില്ല. എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്തിരിക്കെ ഒരു സ്വകാര്യ പരിപാടി 10,000-60,000 രൂപയോ മറ്റോ അങ്ങനെയാണെന്ന് തോന്നുന്നു അവിടുത്തെ വാടക, വലിയ തുക വാടക കൊടുത്ത് നടത്തിയ പരിപാടി മനഃപൂർവ്വം പോലീസുകാരെ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടൊന്നും അലങ്കോലപ്പെടുത്തുകയും സംഘർഷഭരിതമാക്കുകയും ചെയ്ത അനിൽകുമാറിനെ സത്യത്തിൽ ആ പദവിയിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ പിരിച്ചുവിടുകയാണ്, അഥവാ ആ പദവിയിൽ നിന്നെങ്കിലും മാറ്റുകയാണ് ചെയ്യേണ്ടത്. അത്രമാത്രം കൊള്ളരുതായ്മയും ശുദ്ധ വിവരക്കേടും അക്രമവുമാണ് അദ്ദേഹം കാണിച്ചത് എന്നുള്ളത് ജനങ്ങൾ അറിയണം. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോട് വീണ്ടും ഒരു അഭ്യർത്ഥന, കമ്മ്യൂണിസ്റ്റുകാരോട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും മുദ്രാവാക്യങ്ങൾ, ഈ മന്ത്രങ്ങൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നിങ്ങളുടെ വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ അവർ എഴുതി ചേർക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അധികാരം നിങ്ങളുടെ കൈകളിലാണ്, പറ്റുമെങ്കിൽ അത് കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തുന്നു. നമസ്കാരം.